നമസ്കാരം. ഒരിക്കൽ കൂടി ഏവർക്കും ഹൈസ്കൂളിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ അറിയിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു മെസ്സേജാണ്. ഇത് പല ഗ്രൂപ്പുകളിലും പലർക്കും പേഴ്സണലി വന്നിട്ടുള്ള മെസ്സേജ് ആയിരിക്കും. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അയച്ച മെസ്സേജ് പോലെയാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. അത് കാരണം നിങ്ങളുടെ അക്കൗണ്ട് ഇന്ന് തന്നെ മരവിക്കുന്നതായിരിക്കും എന്നാണ് ഈ എഴുതിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ അവർ അയച്ചു തന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ ഫുൾ ഫോണും അവരുടെ കൺട്രോളിൽ ആയെന്നിരിക്കും. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക്, നമ്മുടെ ഫോട്ടോസും നമ്മുടെ വീഡിയോസും നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസും മറ്റുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് ഇവരുടെ കയ്യിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ മെസ്സേജ് വന്ന നമ്പർ ഞാൻ മറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് മറച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ ആരുടെയാണോ അയാൾ ചിലപ്പോൾ നിരപരാധി ആയിരിക്കാം. അയാളുടെ ഫോൺ ഇതേമാതിരി ഹാക്ക് ചെയ്യപ്പെട്ടിട്ട് അയാൾ കണക്ട് ചെയ്യുന്ന എല്ലാ ഗ്രൂപ്പിലേക്കും ഈ മെസ്സേജ് അയാളുടെ ഫോൺ വഴി അയച്ചിരിക്കും. അതായത് നമ്മളറിയാതെ നമ്മുടെ ഫോൺ മറ്റൊരാൾ ദൂരെ ഇരുന്ന് വിദൂരത്തിലിരുന്ന് റിമോട്ട് കൺട്രോൾഡ് വഴി നമ്മുടെ ഫോണിനെ അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നാണ് നമുക്ക് ഈ മെസ്സേജ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ മെസ്സേജിൻ്റെ കാര്യം തന്നെ എടുത്താൽ ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ആൾക്ക് അറിയത്തില്ലായിരുന്നു അയാളുടെ ഫോണിൽ നിന്ന് ഇത്തരം മെസ്സേജുകൾ പോയെന്നുള്ളത്. അതായത് അയാളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പം ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഫോണും ഹാക്ക് ചെയ്യപ്പെടാം. അതുവഴി നമ്മുടെ സുഹൃത്തുക്കളിലേക്കും നമ്മൾ ബന്ധപ്പെടുന്ന പല ഗ്രൂപ്പുകളിലേക്കും ഇത്തരം മെസ്സേജുകൾ പോവാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SBI ആധാർ അപ്ഡേറ്റ് .apk എന്നുള്ള ഈ പറഞ്ഞ് വരുന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ മറ്റ് രീതിയിൽ വരുന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലും അത് കൃത്യമായും പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. വെറുതെ നമ്മളെടുത്ത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ പണ്ടൊരു പറച്ചിലുണ്ട്, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുമെന്നുള്ളത്. ആ ഒരു അവസ്ഥയാണ് നമ്മളിന്ന് പലരും മൊബൈലിലൂടെ കാണിക്കുന്നത്. ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുക, പല അനാവശ്യമായ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുവഴി അവർ സ്വയം കുഴിയിൽ ചാടുകയും അതിനുശേഷം മറ്റുള്ളവരെ കൊണ്ട് ചാടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പല മൊബൈൽ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളും മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വിഷമമായ ഒരു കാര്യമാണ്. അപ്പം ഇത്തരം മെസ്സേജുകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. ബാങ്കിൽ നിന്നുള്ള ഏത് ഒരു ഇടപാടിന് എവിടുന്ന് മെസ്സേജ് അയച്ചാലും അതിന് ബാങ്ക് അയച്ചെന്ന് പറഞ്ഞാൽ പോലും അതിൽ നിങ്ങളുടെ ബ്രാഞ്ചുമായിട്ട് നേരിട്ട് ഒരുപാട് ബ്രാഞ്ചുകൾ നമ്മുടെ എല്ലാ ബാങ്കുകളും തുറന്നു വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് സ്റ്റാഫുകൾ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ നേരിട്ട് പോയി കണ്ട് അവരുടെ ഒരു അഭിപ്രായം എടുത്തിട്ട് വേണം ആ ബാങ്കുമായിട്ടുള്ള ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും ആധാർ അപ്ഡേറ്റ് ചെയ്യാനും പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനും മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യാനും ശ്രമിക്കാവൂ. പരമാവധി ഇത്തരം അപ്ഡേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ കൃത്യമായിട്ട് ബ്രാഞ്ചിൽ തന്നെ പോയി ചെയ്യുക. അതായിരിക്കും ഏറ്റവും സേഫ്. അപ്പോൾ ഈ വിവരം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനാണ്. ഇത് ഒരുപാട് ഗ്രൂപ്പുകളിൽ കറങ്ങുന്നുണ്ട്. പലരുടെയും മൊബൈൽ ഹാക്ക് ചെയ്യപ്പെട്ട് അവരുടെ നമ്പറിൽ നിന്നാണ് ഈ മെസ്സേജുകൾ പോകുന്നത്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരും ഒരു ഇരയാണ്. അപ്പം സൂക്ഷിക്കുക, സുരക്ഷിതമായിരിക്കുക. ഓൺലൈൻ ഫ്രോഡിൽ നിന്നും തട്ടിപ്പിൽ നിന്നും സ്വയം നമുക്കൊന്ന് ചിന്തിച്ചാൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. നമ്മുടെ അറിവില്ലാതെ നമ്മളെ ആർക്കും പറ്റിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു നിന്ന് കൊടുക്കരുത് പറ്റിക്കപ്പെടാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.